ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ റൈഡ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വിത്ത് സ്കേറ്റ് ബോർഡ്. നമുക്കൊരു കുന്ന കയറണ്ടി. നല്ല രസമുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിള്ളേരിങ്ങനെ കളിക്കുന്നൊരു പാർക്ക് ഉണ്ട്. ഇവിടെ ഫുൾ പിള്ളേരെല്ലാവരും കളിക്കുന്നുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. വ്ളോഗിങ് ലൈഫ്. കിടലം കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ പിള്ളേരാണ്, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീനാവും. ഇതാണ് നമ്മളെ വെസ്റ്റ് ഹാം സ്റ്റേഡിയം. ഓക്കെ, ദിസ് ഈസ് വെസ്റ്റ് ഹാം സ്റ്റേഡിയം. സോ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ഹാം സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ. കാണുന്നുണ്ടോ? ഇവിടെ നല്ല ലണ്ടനിൽ നല്ല ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സമയം. സണ്ണിങ്ങനെ ഏറെക്കുറെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. എല്ലാവരും അവിടെ നല്ല വൈബായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്. എല്ലാവരും ഫുൾ പീസ് ഔട്ട് വൈബാണ്. താഴെ കുറച്ച് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് നേരം വന്ന് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് വെയിലിനെ ആസ്വദിക്കാമെന്ന് കരുതി. ഫീലിംഗ് വെരി ഗുഡ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലടാ. നമ്മളെ വ്ളോഗ് നമുക്ക് ഉഷാറാക്കണം. അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം, വ്ളോഗ് ഉഷാറാക്കാൻ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഞാൻ കുക്കിംഗ് വ്ളോഗുമായി വരുന്നതാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞേരം തിരകളെ കണ്ടപ്പോൾ തിരകളെടുത്തിരിക്കാമെന്ന് വെച്ചാൽ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. ദിസ് ഈസ് മൈ പാച്ചു. അറിയാത്തവരോടാണ് ഓക്കെ. അപ്പം നിങ്ങൾ ഇവനെ പാച്ചു എന്ന് വിളിക്കണം. എന്താ പാച്ചു 2.0. പാച്ചു 2 വെറും പാച്ചു വീട്ടിലുണ്ട്. ഞാൻ ഒരു പാച്ചു 10 ആക്കണം. ഏത് 10 സ്കേറ്റ് ബോർഡ്. എന്തൊക്കെ വൈബാന്നല്ലേ. അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എടാ അത് ഓക്കേടാ, അത് ഓക്കെ. അത് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പം നിങ്ങൾ കണ്ട തിരമാല കണ്ട, ഇങ്ങനെ തിരമാലകൾ പോലെ ഒഴുകണം. ഐസ് പോലെ ഉറച്ചു നിൽക്കാൻ പാടില്ല. ഇതാണ് എനിക്കിപ്പോൾ കണ്ടപ്പോൾ പറയാൻ തോന്നിയത്. എന്താ വ്യൂ അല്ലേ. എനിക്ക് ഈ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം നോക്കിയിരുന്നാൽ നമ്മളെ മനസ്സ് വല്ലാണ്ട് ശാന്തവും. വെള്ളം തന്നെ നിങ്ങൾ നോക്കി ഓർച്ചരോ. വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കാനല്ല, ആ വെള്ളം ഒഴുകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കുറച്ച് നേരം. അത് കുറച്ച് ശാന്തമാണ്. നമ്മൾ പഠിച്ച കാര്യം എപ്പോഴും ട്രൈ ആക്കി നോക്കണമല്ലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്ക് തോന്നി ഓലി ട്രൈ ആക്കി നോക്കാം. പക്ഷേ ഈ ടയറിനെ കൊണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് ട്രൈ ആക്കി നോക്കാം. മൈൻഡ് വേറെ ഇടവും ഇല്ലേ. ഫുള്ളടി ഇരുന്നിട്ട്
അങ്ങനെ കുറച്ച് നേരം സ്കേറ്റ് ബോർഡ് കളിക്കുമ്പോഴത്തേക്ക് ഒന്ന് ക്ഷീണിച്ച്, പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും റെസ്റ്റ് മൂഡ്. 5 മിനിറ്റ് റെസ്റ്റ്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഒരു അരമണിക്കൂർ. ഗൈസ്, എനിക്കിപ്പോൾ കിട്ടിയ മൂടെന്ന് വെച്ചാൽ വൃത്തി കാണുന്നില്ല, അതിൻ്റെ മുകളിൽ നിന്നൊന്നും ബുഗാണ്ടെന്നാൽ മതി. പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ബുഗാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കി നോക്കാം. കുറച്ച് നേരം റണ്ണിങ്ങിൽ ഓലി അടിച്ചു നോക്കാം. കമാ ആകെ സ്കേറ്റ് ബോർഡ് ഓടിക്കാൻ വേണ്ടിയിട്ട് ഓലി മാത്രമേ പ്രാക്ടീസ് ചെയ്ത്. അങ്ങനെ ഈ പാലം കണ്ടപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി പോകാമെന്ന് കരുതി. നമ്മൾ ക്രോസ് ചെയ്യുന്നത് കണ്ടോ? സ്മൂത്തിലാണ്. അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് വൈബ് എടുക്കാം. ഏതാ വൈബ്? ഇവിടുന്ന് സൺസെറ്റ് ആണോ നല്ല രസമാണ്. അങ്ങനെ ആ ഒരു വ്യൂവിലുള്ള സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് നല്ല അതിമനോഹരമായ സൺസെറ്റ് ഒക്കെ കണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.